പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാതെ പ്രോസിക്യൂഷൻ. രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇതേ തുടർന്ന് തീർപ്പാക്കി. 2009 സംഭവം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. പ്രോസിക്യൂഷന്റെ നിലപാട് പരിഗണിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയായിരുന്നു. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ആണ് ചേരുന്നത്. പ്രകാശ്, 2009 നടന്ന സംഭവം എന്നതാണ് പരാതിയുടെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ നിയമത്തിനനുസരിച്ച് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അതായിരുന്നോ പ്രോസിക്യൂഷന്റെ വാദം? എന്താണ് കോടതി നിരീക്ഷിച്ചത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് IPC 354 കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. എറണാകുളം പോലീസാണ് കേസെടുത്തത്. ബംഗാളിലെ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരുന്നത്. ആ IPC 354 2009 അത് ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. പിന്നീട് ഡൽഹിയിലെ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിലാണ് 2013 ഈ വകുപ്പ് അമെന്റ് ചെയ്തത്. അതിനുശേഷമാണ് അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമായി നോൺ ബെയിലബിൾ ഒഫൻസായി അമെന്റ് ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ 2009 ഉള്ള ഈ കുറ്റകൃത്യം അന്ന് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അത് ഇന്ത്യയിലെ ക്രിമിനൽ നടപടിക്രമം പ്രകാരം ക്രിമിനൽ കേസുകളിൽ മുൻകാല പ്രാബല്യം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യം ഇതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. പ്രോസിക്യൂഷന്റെ ഈ നിലപാട് അത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് ഡയസ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാളി നടിയുടെ പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത്. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്നതായിരുന്നു പരാതിയുടെ അടിസ്ഥാനം. 15 വർഷത്തിന് ശേഷം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നും പരാതി കെട്ടിച്ചമച്ചതാണ് എന്നാണ് പ്രധാനമായും രഞ്ജിത്ത് വാദമായി ഉന്നയിച്ചത്. സിനിമയിൽ ഒരു അവസരം നൽകാത്തതിന്റെ നീരസമാണ് പരാതിക്കാരിക്ക് എന്നും പരാതിക്ക് കാരണമെന്നും രഞ്ജിത്ത് വാദിച്ചു. ഒപ്പം 2009 സിനിമാ ചർച്ചയ്ക്കായാണ് നടിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത്. തന്റെ സഹപ്രവർത്തകരായ 4 പേരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അസോസിയേറ്റ് ശങ്കർ രാമകൃഷ്ണനാണ് നടിയുമായി സംസാരിച്ചത്. എന്നാൽ നടി നൽകിയ ഇമെയിൽ പരാതിയിൽ ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചു എന്നാണ് പ്രധാനമായും രഞ്ജിത്തിന്റെ ഹർജിയിൽ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ. ഈ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം പരിഗണിച്ചാണ് ഇന്ന് ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. തീർച്ചയായും അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇതിലിപ്പോൾ ഈ നിലവിലെ കോടതിയുടെ നടപടി എന്നത് രഞ്ജിത്തിന് ആശ്വാസകരമാകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ പരാതിയിലും ലൈംഗിക താല്പര്യത്തോടെ പെരുമാറി എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനം പോലെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ അതും തെറ്റായ പ്രവൃത്തിയാണ്. എങ്കിൽ പോലും മറ്റ് താരങ്ങൾ നേരിടുന്നത് പോലെ ഗുരുതരമല്ല ഇപ്പോൾ രഞ്ജിത്തിന് നേരെയുണ്ടായിട്ടുള്ള ആക്ഷേപം എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR IPC 354 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റമാണ്. ആ വകുപ്പിട്ടാണ് കേസെടുത്തത്. തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്നായിരുന്നു പൊതുവെ ധാരണ. ഈ പശ്ചാത്തലത്തിലാണ് രഞ്ജിത്ത് സീനിയർ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിജയഭാനു മുഖേന ഹൈക്കോടതിയെ സമീപിക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാദമുഖങ്ങൾ ഉയർത്തുകയും ചെയ്തത്. രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇമെയിൽ വഴിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി പരാതി നൽകിയത്. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു. സംഭവം നടന്നത് കൊച്ചിയിലെ കടവന്ത്ര ഉള്ള ഫ്ളാറ്റിൽ വെച്ചാണ്. ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചത് രഞ്ജിത്താണ്. പലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനാണ് ക്ഷണിച്ചത്. സിനിമയല്ല ഉദ്ദേശമെന്ന് മനസ്സിലായതോടെ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങി. സംഭവത്തെക്കുറിച്ച് സുഹൃത്തായ സംവിധായകൻ ജോഷി ജോസഫിനെ അറിയിച്ചിരുന്നു എന്നും നടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴായിരുന്നു ദുരനുഭവം ഉണ്ടായതെന്നാണ് നടിയുടെ പരാതിയിലെ വെളിപ്പെടുത്തൽ. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലയിലെ അഭിനയം കണ്ടാണ് രഞ്ജിത്ത് പലേരി മാണിക്യത്തിലേക്ക് വിളിക്കുന്നത്. ഓഡീഷനെല്ലാം കഴിഞ്ഞതായിരുന്നു. രാവിലെ സംവിധായകൻ രഞ്ജിത്തുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. മലയാള സിനിമ വളരെ ഇഷ്ടമായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ പോകുന്നതിന്റെ സന്തോഷമുണ്ടായിരുന്നു. വൈകിട്ട് അണിയറ പ്രവർത്തകർക്കായി പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നും നടി വെളിപ്പെടുത്തുന്നുണ്ട്. നിർമ്മാതാവാണ് ക്ഷണിച്ചത്. ഇവിടെ വെച്ചാണ് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചത്. സിനിമയെക്കുറിച്ച് ചർച്ച നടത്താനാണ് റൂമിലേക്ക് വിളിച്ചത് എന്നാണ് ഞാൻ കരുതിയത്. റൂമിലെത്തിയതും അദ്ദേഹത്തിന്റെ അദ്ദേഹം കയ്യിൽ തൊട്ട് വളകൾ പിടിച്ചു. അത് വളരെ പ്രയാസമുണ്ടാക്കി. അങ്ങനെ ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന സംഭവമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടി ഉയർത്തിയിട്ടുള്ളത്.
റൈറ്റ്. സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ആശ്വാസകരമാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആണ് ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുള്ളത്. 2009 നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് ആണ് രഞ്ജിത്തിനെതിരെ ചുമത്താൻ സാധിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യം ഇല്ല എന്ന വാദം പ്രോസിക്യൂഷൻ ഉയർത്തി. ഇത് അംഗീകരിക്കുകയാണ് കോടതിയും ചെയ്തത്.